വരുന്നു സാറ് വിളിച്ചു പറഞ്ഞു. അങ്ങനെ പിന്നെ രാവിലെ തന്നെ അമ്മി പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. മീൻ അച്ചാറും മാങ്ങ അച്ചാറും സ്നാക്സും അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് മമ്മിയായിട്ട് നായുമായിട്ട് ചിരുന്നപ്പോഴേക്കും ദേവുവിന്റെ കോള് വന്നു. എവിടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയോന്ന് ചോദിച്ചു. സംഭവം എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ ടിക്കറ്റ് ടൈം കറക്റ്റ് ആയിട്ട് നോക്കിയില്ല. ഞാൻ 6 മണിക്കാന്ന് പറഞ്ഞിരുന്നു, സംഭവം 4 മണിക്കായിരുന്നു. അങ്ങനെ 3:40 നമുക്കറിയാവുന്ന ഒരു ഓട്ടോയും വിളിച്ചിട്ട് പറപ്പിച്ചിട്ട് ചേട്ടാന്ന് പറഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി. എന്റെ എന്തോ ഭാഗ്യം കൊണ്ട് ബ്ലോക്ക് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ട്രെയിൻ 10 മിനിറ്റ് ലേറ്റും ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വന്നിട്ടായിരുന്നു ട്രെയിൻ വന്നത്. ട്രെയിനിൽ കയറി ദേവുവിന്റെ ഫാമിലിക്ക് ടാറ്റയും കൊടുത്തിട്ട് ഞങ്ങളുടെ സീറ്റിലോട്ട് ഇരുന്നു. പിന്നെ എല്ലാം ഷടപടയുന്നായതുകൊണ്ട് നേരെ ചൊവ്വരെ സൺസ്ക്രീൻ പോലും ഇടാൻ പറ്റിയില്ല. പിന്നെ ദേവുനെ വിളിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മുഖം കഴുകി പൈപ്പ് അടയ്ക്കാൻ നോക്കിയപ്പോൾ ദാഗ് കിടക്കുന്നു, പൈപ്പ് അടയുന്നില്ല. പിന്നെ കുറെ നേരം കഴിഞ്ഞപ്പോൾ തന്നെ അടഞ്ഞു കേട്ടോ. അവിടെ നിന്ന് കുറച്ച് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ടപ്പോഴാട്ടോ ഞാൻ ഓക്കെ ആയത്. എന്നിട്ട് പുറത്തോട്ട് നോക്കിയപ്പോൾ ദാ നല്ല മഴ. ഇത്രയും ദിവസം നാട്ടിൽ നിന്നപ്പോൾ നല്ല ചൂടായിരുന്നു. എന്നിട്ട് തിരിച്ച് ചെന്നൈയിലോട്ട് പോകാനിത്താ അടിപൊളി മഴയും. എന്ത് ചെയ്യാനാ? പിന്നെ ആ വിഷമം മാറ്റാനായിട്ട് ചക്കവറ്റിലും കഴിച്ച് തൃശ്ശൂർ ആവാൻ വേണ്ടി കാത്തു വെക്കുമായിരുന്നു. സംഭവം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് തൃശ്ശൂരിലെ സ്റ്റോപ്പിലേക്ക് കിട്ടത്തുള്ളായിരുന്നു. അങ്ങനെ തൃശ്ശൂർ ആയപ്പോഴേക്ക് ഫുഡും കാത്തോടെ നിൽക്കുമായിരുന്നു. സംഭവം 3 മിനിറ്റ് അവിടെ സ്റ്റോപ്പ് ഉള്ളായിരുന്നു. അങ്ങനെ 3 മിനിറ്റ് കഴിഞ്ഞ് ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാട്ടോ നമ്മുടെ ഫുഡ് ആ ചേട്ടൻ ഓടിക്കൊണ്ടുവന്ന് തന്നത്. അങ്ങനെ ഫുഡ് കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ ഫുഡും കഴിച്ചു നേരെ അങ്ങ് കടന്നു. ബാക്കി നാളെ. അപ്പൊ അത്രയുള്ളതെന്ന്. ഓക്കെ, ബൈ.